നമസ്കാരം. സനൂസ് അക്കാഡമിയിലെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2ൻ്റെ എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, JJ ആക്ട്. അപ്പോൾ ഈ JJ ആക്ടിൽ നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ ഒരു ബേസിക് ഹിസ്റ്ററി, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിയമം നിലവിൽ വന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ JJB എന്താ, CWC എന്താ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടാണ്ട് അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആക്റ്റിൽ മേജറായിട്ട് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ, ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്, ഇതെങ്ങനെയാണ് നിലവിൽ വന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വേറെ 2015 പുതിയൊരു നിയമം കൊണ്ടുവന്നത്, ഏതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ്, കുട്ടികളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാം. എന്താ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് എന്നാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 എന്നാണ് ആക്ടിൻ്റെ പേരെന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള നിയമം. ജുവനൈൽ ജസ്റ്റിസുമായിട്ട് ഇപ്പോൾ നിലവിലുള്ള നിയമം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കണം, ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ജുവനൈൽ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമം ഏതാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1850 അപ്രൻറ്റീസ് ആക്റ്റാണ്. ഏതാണ്? 1850 അപ്രൻറ്റീസ് ആക്റ്റാണ് ആദ്യമായിട്ട് ജുവനൈൽ ജസ്റ്റിസ് ആയിട്ടുള്ളൊരു നിയമം വരുന്നത്. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ അപ്രൻറ്റീസ് ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്? 10 മുതൽ 18 വയസ്സ് വരെ, 10 തുടങ്ങി 18 വയസ്സ് വരെയുള്ള കോടതി കൺവിക്റ്റ് ചെയ്യപ്പെട്ട, അതായത് കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുള്ള കുട്ടികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമമാണ് അപ്രൻറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. വർഷം ഏതാണ്? 1850. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം പറയുന്ന ഒരു ആക്റ്റാണ് അപ്രൻറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഈ അപ്രൻറ്റീസ് ആക്ട്, അപ്പോൾ ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം. ഫസ്റ്റ് ലെജിസ്ലേഷനാണ് 1850 അപ്രൻറ്റീസ് ആക്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? 10 തുടങ്ങി 18 വയസ്സ് വരെയുള്ള കുട്ടികൾ അവർ കൺവിക്റ്റ് ചെയ്യപ്പെട്ടവരാണ്, കോടതി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ്. ടു ബി പ്രൊവൈഡഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആസ് പാർട്ട് ഓഫ് ദർ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്. ഓക്കെ, ഇനി ഈ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് റീഫോർമേറ്ററി സ്കൂൾസ് ആക്ട്, ഇന്ത്യൻ ജയിൽ കമ്മിറ്റി. ലേറ്റർ അത് കഴിഞ്ഞിട്ട് 1960 ആക്ട്. ഈ 1960 ആക്റ്റാണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം. ഈ ആക്ട് നാഷണൽ ചിൽഡ്രൻസ് ആക്ട് 1960 എന്നാണ് പറയുക. അപ്പോൾ അതിന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് പ്രോപ്പർ ഇൻ്റർവെൻഷൻ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ ജസ്റ്റിസ് ഫോർ ചിൽഡ്രൻ. അപ്പോൾ എന്താ പറയുക, ഈ ആക്റ്റിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റേറ്റിന് റെസ്പോൺസിബിലിറ്റി കൊടുത്തു. കുട്ടികളുടെ കെയർ ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ആർക്കാണ് റെസ്പോൺസിബിലിറ്റി കൊടുത്തത്? സ്റ്റേറ്റിന് റെസ്പോൺസിബിലിറ്റി കൊടുത്ത ആക്റ്റാണ് 1960 ചിൽഡ്രൻസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1960 ചിൽഡ്രൻസ് ആക്ടിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ചിൽഡ്രൻസ് ബോർഡ് എന്തിനാണ്? കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്ട്സുകളെ ഏകോപിപ്പിക്കാനും ഏകീകരിക്കാൻ വേണ്ടിയിട്ടും എന്ത് വരുന്നുണ്ട്? നാഷണൽ ചിൽഡ്രൻസ് ബോർഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് 1960 നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 1960 ഒരു നിയമം വന്നിട്ട് പിന്നീട് ഒരു നിയമം വരുന്നത് 26 വർഷങ്ങൾക്ക് ശേഷമാണ്. 26 വർഷങ്ങൾക്ക് ശേഷം 1986 വരുന്നു നമ്മളിപ്പോൾ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ആ പേരിൽ ആദ്യമായിട്ടൊരു നിയമം വരികയാണ് 1986. അപ്പോൾ ഈ 1986 നിയമം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊവൈഡിങ്, ഇതാണ് കണ്ടോ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 1986, for providing a uniform law for the care, protection, treatment, development and rehabilitation of, ഇവിടെ 2 തരത്തിൽ കുട്ടികളെ തിരിച്ചിരിക്കുന്നു, neglected and delinquent juveniles. 2 തരത്തിലാണ് കുട്ടികളെ തിരിച്ചിരിക്കുന്നത്, നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും ജുവനൈൽ ഡെലിക്വൻ്റ് ആയിട്ടുള്ള കുട്ടികളും. ഓക്കെ, അങ്ങനെ തിരിച്ചിരിക്കുന്ന നിയമം ഏതാണ്? 1986 നിയമത്തിൽ കുട്ടികളെ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്നും ജുവനൈൽ ഡെലിക്വൻസ് എന്നും തിരിച്ചിരിക്കുന്നു. ഈ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നെഗ്ലക്റ്റഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി കൊണ്ടുവരുന്നുണ്ട്. എന്താണ് അവിടെ ഒരു അതോറിറ്റിയുടെ പേര്? ജുവനൈൽ വെൽഫെയർ ബോർഡ്. ജുവനൈൽ വെൽഫെയർ ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള
കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജുവനൈൽ വെൽഫെയർ ബോർഡ് വരുന്നത്. ജുവനൈൽ കോഡ്സ് ഉണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ജുവനൈൽ കോഡ്സ് വരുന്നത്? ജുവനൈൽ കോഡ്സ് വരുന്നത് ജുവനൈൽ ഡെലിക്വൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജുവനൈൽ കോഡ്സ് വരുന്നത്. ഇതാണ് 1986 നിയമത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഈ 1986 നിയമത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? 1986 നിയമത്തിന് ശേഷം 92 ഇന്ത്യ എന്ത് ചെയ്യാണ്? UN കൺവെൻഷൻ ഉണ്ട്. എന്താണ്? റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ, അല്ലേ? റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്ന ഒരു UN കൺവെൻഷനിൽ നമ്മൾ പോവുകയും അവിടെ നമ്മൾ ഒപ്പിടുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടുള്ള എല്ലാ കൺട്രീസും എന്ത് ചെയ്യണം? സർട്ടൻ സ്റ്റാൻഡേർഡ്സ് അവർ പറയുന്നുണ്ട്. എന്താണ്? ടു അഡാപ്റ്റ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ കൺവെൻഷൻ. ഈ കുട്ടികളെ നിങ്ങൾ ജുവനൈൽ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1986 അങ്ങോട്ട് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്തുകൊണ്ട് വരികയാണ്? 2000 പുതിയ ആക്ട് വരികയാണ്. അതിൻ്റെ പേരും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് തന്നെയാണ്. കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ആക്ട് 2000 എന്ന് പറയുന്ന ആക്ട് വരുന്നു. അപ്പം ഈ ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്? കുട്ടികളെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോയും ചൈൽഡ് ഇൻ നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ എന്ന് പറയുന്നു. കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ JJ ആക്ട് 2000 കുട്ടികളെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു JJ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ JJ ആക്ടും റിപ്പീൽ ചെയ്യപ്പെടുകയാണ്. ഇതിനെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്തെടുക്കുകയാണ്? പുതിയ ആക്ട് കൊണ്ടുവരികയാണ് 2015. എന്തിനാണെന്നുള്ളത് നമുക്കിവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് നിങ്ങളിതിൻ്റെ ബെയർ ആക്ട് ഇതിൻ്റെ ഒരു PDF എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആക്ടിൽ തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ആർട്ടിക്കിൾസ് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 15(3), അതായത് ക്ലോസ് 3 ഓഫ് ആർട്ടിക്കിൾ 15, ക്ലോസ് E and F ഓഫ് ആർട്ടിക്കിൾ 39, 45, 47. ആർട്ടിക്കിൾ 45, 47, 39, 15 ഇത്രയും ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? ഇത്രയും ആർട്ടിക്കിൾ പറയുന്നു എന്താണ്? സ്റ്റേറ്റിന് പവർ കൊടുക്കുകയാണ്. എന്തിനാണ് കൊടുക്കുന്നത്? പവേഴ്സും ഡ്യൂട്ടീസും കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ ദാറ്റ് ഓൾ നീഡ്സ് ഓഫ് ചിൽഡ്രൻ ആർ മെറ്റ് ആൻഡ് ദാറ്റ് ദെയർ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഫുള്ളി പ്രൊട്ടക്റ്റഡ്. ഇപ്പോൾ ഈ കുട്ടികളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് സ്റ്റേറ്റിന് ഈ പറയുന്ന ആർട്ടിക്കിൾ പ്രകാരം പവേഴ്സും ഡ്യൂട്ടീസും കൊടുക്കണം. അപ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 2000 ആക്ട് മാറ്റിയിട്ട് നമ്മൾ 2015 വരുന്നത്. അപ്പോൾ 2015 ആക്ടിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഈ 2000 ആക്ടിലുമൊക്കെ ഇതും ഈ പറയുന്ന എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആക്ട് വരുന്നത് കേട്ടോ. അപ്പം ഇനി രണ്ടാമത് പറയുന്ന കാര്യം നമ്മൾ ഓൾറെഡി 2000 ആക്ടിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കൺവെൻഷൻ ഉണ്ട് നമ്മളുടെ റൈറ്റ്സ് ഓഫ് ചൈൽഡിൻ്റെ കൺവെൻഷൻ 1992 കൺവെൻഷനിൽ നമ്മൾ ഓൾറെഡി പോയി സൈൻ ചെയ്തു. അപ്പോൾ അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും ഈ ആക്ടിനെ നമ്മൾ വീണ്ടും റിപ്പീൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയാണ് 2000 ആക്ടിനെ എന്തിനാണ് നമ്മൾ റിപ്പീൽ ചെയ്ത് റീനാക്ട് ചെയ്ത് പുതിയ ആക്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ UN കൺവെൻഷനെ കുറിച്ച് മാത്രമാണ് പറയണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ടു മേക്ക് കോംപ്രിഹെൻസീവ് പ്രൊവിഷൻ ഫോർ ചിൽഡ്രൻ അലീജ്ഡ് ആൻഡ് ഫൗണ്ട് ടു ബി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത്. നമ്മൾ ഈ പറയുന്ന കുട്ടികൾ ഈ 2 തരത്തിലുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണേ. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് 1992 അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദ യുണൈറ്റഡ് നേഷൻസ് സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജുവനൈൽ ജസ്റ്റിസ്. എന്താണ്? യുണൈറ്റഡ് നേഷൻ്റെ സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഉണ്ട് ജുവനൈൽ ജസ്റ്റിസിനെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1985 വന്നതാണ്. ബെയ്ജിംഗ് റൂൾസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. യുണൈറ്റഡ് നേഷൻസ് റൂൾസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ജുവനൈൽസ് ഡിപ്രൈഡ് ഓഫ് ദെയർ ലിബർട്ടി 1990 അങ്ങനത്തെ ഒരു
റൂളും കൂടെ വരുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ റൂളാണ് പ്രൊട്ടക്ഷൻ ഓഫ് ജുവനൈൽസ് ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ ലിബർട്ടി. അവരുടെ ലിബർട്ടി നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് കിട്ടാത്ത അങ്ങനത്തെ കുട്ടികൾ. ഹേഗ് കോൺവെൻഷൻ ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് കോപ്പറേഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻ്റർ കൺട്രി അഡോപ്ഷൻ ആൻഡ് അതർ റിലേറ്റഡ് ഇൻ്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ അതിനെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2000 ആക്ടിനെ എടുത്തു കളഞ്ഞിട്ട് 2015 പുതിയ ആക്ട് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പം എക്സാമിൽ ചോദിക്കുകയാണ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ റിലേറ്റഡ് വിത്ത് ദി എന്താണ് ഇനാക്ട്മെൻറ്റ് ഓഫ് JJ ആക്ട് എന്ന് ചോദിച്ചിട്ട് ഇതിലെല്ലാം തന്നു കഴിഞ്ഞാൽ അതിലേതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഇനി എന്താണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഈ 2015 ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു ചിൽഡ്രൻ അലീസ്ഡ് ആൻഡ് ഫൗണ്ട് ടു ബി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആയിരിക്കാം, അല്ലെങ്കിൽ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ബൈ കാറ്ററിങ് ദെയർ ബേസിക് നീഡ്സ് ത്രൂ പ്രോപ്പർ കെയർ, പ്രൊട്ടക്ഷൻ, ഡെവലപ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ്, സോഷ്യൽ റീഇൻറ്റഗ്രേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നതാണ് സോഷ്യൽ റീഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുക, കുട്ടികളെ തിരിച്ച് ആ കമ്മ്യൂണിറ്റിയിലോട്ട് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ബൈ അഡോപ്റ്റിംഗ് എ ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ച് ഇൻ ദ അഡ്ജൂഡിക്കേഷൻ. അതായത് നിയമപരമായിട്ട് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ച് നമ്മൾ കൊണ്ടുവരണം. ഡിസ്പോസൽ ഓഫ് മാറ്റേഴ്സ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ. കുട്ടിയുടെ ഇൻട്രസ്റ്റ്, അവൻ്റെ കുഞ്ഞിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവൻ്റെ അവകാശങ്ങൾ എന്താണ്, അത് അവന് കിട്ടുന്നുണ്ടോ, അവന് പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ, കെയർ കിട്ടുന്നുണ്ടോ, അതെല്ലാം കുഞ്ഞിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ആൻഡ് ഫോർ ദെയർ റീഹാബിലിറ്റേഷൻ ത്രൂ പ്രോസസ് പ്രൊവൈഡഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബോഡീസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട്. എന്താണ് കുട്ടിയുടെ റീഹാബിലിറ്റേഷൻ? ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറേ പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് അതോറിറ്റീസ് പറയുന്നുണ്ട്, CWC ഉണ്ട്, JJB ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ എന്ത് ചെയ്യാണ് ഇവരുടെ റീഹാബിലിറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതെന്നാണ് ഈ പ്രസിഡൻറ്റ് അസെൻറ്റ് ചെയ്യുമ്പോഴാണല്ലോ നിയമമാകുക. അപ്പോൾ എന്നാണ് പുള്ളി ഒപ്പിട്ടത്? അതിൽ റിസീവ്ഡ് ദ അസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ് ഓൺ ദി 31 ഡിസംബർ 2015. അപ്പോൾ നമ്മളുടെ പ്രസിഡൻറ്റ് ഒപ്പിടുന്നത് എന്നാണ്? 31 ഡിസംബർ 2015 അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ആ വർഷം നിലവിൽ വരില്ല, അടുത്ത വർഷം നിലവിൽ വരിക. എപ്പോഴാണ് വന്നത്? 15th ജാനുവരി 2016 ഇത് നിലവിൽ വരുന്നത്. 15th ജാനുവരി 2016. ഇനി അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു, അതിനുശേഷം എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ നിയമം 2015 നിയമം വന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ്, അതായത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, JJBയിലുള്ള ആളായിക്കോട്ടെ, CWCയിലുള്ള ആളുകളായിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ചില പ്രിൻസിപ്പിൾസാണ്. കുറച്ചധികം പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഏതിലാണ് പറയുന്നത്? ഈ JJ ആക്ടിൽ സെക്ഷൻ 3 ജനറൽ പ്രിൻസിപ്പിൾസ് പറയുന്നത്. ടു ബി ഫോളോഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ബോർഡ്, കമ്മിറ്റി, അല്ലെങ്കിൽ മറ്റ് ഏജൻസീസ്, NGOs എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പ്രിൻസിപ്പിൾ ഓഫ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. എനി ചൈൽഡ് ഷാൽ ബി പ്രസ്യൂംഡ് ടു ബി ആൻ ഇന്നസെൻറ്റ് ഓഫ് എനി മാലിഫൈഡ് ഓർ ക്രിമിനൽ ഇൻറ്റൻറ്റ്. കുട്ടീനെ നമ്മൾ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? ഇവൻ ഇന്ന തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കുട്ടീനെ കൊണ്ടുവരുമ്പോഴും നമ്മൾ ആ കുട്ടീനെ എങ്ങനെയാണ് കണ്ടത്? ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ആ കുട്ടി ഇന്നസെൻ്റ് ആണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ കുട്ടീനെ ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ 18 വയസ്സ് വരെയുള്ള ഏത് കുട്ടീനെയും കോടതിക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആ കുട്ടീനെ ഇന്നസെൻ്റ് ആയിട്ട് വേണം നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യാനായിട്ട്, ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഡിഗ്നിറ്റി ആൻഡ് വെർത്ത്. നമ്മൾ സോഷ്യൽ വർക്കിലൊക്കെ ഏറ്റവും പറയുന്നൊരു കാര്യമാണ് എവ്രി ഇൻഡിവിജ്വൽ അവർക്ക് അതിൻ്റെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ റെസ്പെക്റ്റോടു കൂടി വേണം നമ്മൾ ഈ കുട്ടികളെ ആണെന്നുണ്ടെങ്കിലും ഡീൽ ചെയ്യാനായിട്ട്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ പറയുന്നുണ്ട്. എന്താ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ? ആരുടെ പാർട്ടിസിപ്പേഷനാണ്? കൊച്ചിൻ്റെ പാർട്ടിസിപ്പേഷനാണ് പറയുന്നത്. എവ്രി ചൈൽഡ് ഹാവ് ദ റൈറ്റ് ടു ബി ഹേർഡ്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് കോടതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാഗം പറയാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട്. അതുപോലെ തന്നെ അവനുമായി ബന്ധപ്പെട്ട് എന്ത് ഡിസിഷൻ എടുക്കുന്നു, എന്ത് പ്രോസസ്സാണെന്നുണ്ടെങ്കിലും അതെല്ലാം കുട്ടീനെ അറിയിക്കണം. എങ്ങനെയാണ്? അവൻ്റെ വ്യൂസ് ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ടെന്ന് പറയുന്നു. ഷാൽ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വിത്ത് ഡ്യൂ റിഗാർഡ് ടു ദ ഏജ് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ദ ചൈൽഡ്. ചെറിയ കുഞ്ഞാണോ വലിയ കുഞ്ഞാണോ, അവൻ്റെ മെച്യൂരിറ്റി എന്തോരമുണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ കുട്ടിയുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പുവരുത്താനായിട്ട്.
ഇനി പ്രിൻസിപ്പിൾ ഓഫ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, എന്തൊരു ഡിസിഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു കുട്ടിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ എങ്ങനെ എടുക്കേണ്ടത്, ആ കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം. കുട്ടിക്ക് എന്താണോ നല്ലത് അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് എടുക്കേണ്ട, ഒരു ഡിസിഷൻ എടുക്കാൻ. ആൻഡ് ടു ഹെൽപ്പ് ദ ചൈൽഡ് ടു ഡെവലപ്പ് ഫുൾ പൊട്ടൻഷ്യൽ, ആ കുഞ്ഞിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലോട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഫാമിലി റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഫാമിലി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഫാമിലിക്കാണ്, കുട്ടിയുടെ ഫാമിലിക്കാണ് എന്തുള്ളത്, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. കുട്ടിയുടെ കെയർ, പ്രൊട്ടക്ഷനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ബയോളജിക്കൽ ഫാമിലി അല്ലെങ്കിൽ അഡോപ്റ്റീവോ ഫോസ്റ്റർ ആയിട്ടുള്ള പാരൻസിനാണ് അതിൻ്റെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് 5ാമത്തെ പ്രിൻസിപ്പിൾ. 6ാമത് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സേഫ്റ്റി. ഈ കുഞ്ഞിനെ നമ്മൾ ഇപ്പം JJBയിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ CWCയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ ആ നിയമത്തിൻ്റെ മുന്നിലോട്ട് നമ്മൾ കൊണ്ടുവരും. ഈ കുട്ടീനെ ഒരു സാഹചര്യത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, അബ്യൂസ് ചെയ്യപ്പെടാൻ പാടില്ല, അവനെ മാൽട്രീറ്റ് ചെയ്യാൻ പാടില്ല, അവൻ നെഗറ്റീവായിട്ട് അവനോട് സംസാരിക്കാൻ പാടില്ല, അവനെ പ്രോപ്പർ കെയർ എടുത്തിട്ട് വേണം അവനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ സേഫായിരിക്കണം കുഞ്ഞ്. ഒരു ഹാമോ അബ്യൂസോ ഒരു മാൽ ട്രീറ്റ്മെൻറ്റോ ഈ കുഞ്ഞിനെ നമ്മൾ ഈ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അവന് ഉണ്ടാകാനായിട്ട് പാടില്ല. അടുത്തത് ഇൻ കോണ്ടാക്ട് വിത്ത് ദ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. കണ്ടോ, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റമായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും ഒരു ഹാമോ അബ്യൂസോ മാൽ ട്രീറ്റ്മെൻറ്റോ നടക്കാൻ പാടില്ല. പോസിറ്റീവ് മെഷേഴ്സ്, ഈ എല്ലാ പോസിറ്റീവായിട്ടുള്ള മെഷേഴ്സും മൊബിലൈസ് ചെയ്യണം, റിസോഴ്സസ് മൊബിലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓൾ റിസോഴ്സസ് ആർ ടു ബി മൊബിലൈസ് ഇൻക്ലൂഡിങ് ദോസ് ഓഫ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലും ഫാമിലിയിലും അവൻ ഇൻക്ലൂസീവായിട്ടൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് അവന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ആ കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ പ്രൊമോട്ടിങ് വെൽബീയിങ്, ഫെസിലിറ്റേറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി, അല്ലേ, അവനൊരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യണം. പ്രൊവൈഡിങ് ആൻ ഇൻക്ലൂസീവ് ആൻഡ് എനേബിളിങ് എൻവയോൺമെൻറ്റ്, അവന് ജീവിക്കാനുള്ളൊരു ഇൻക്ലൂസീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മൾ സൃഷ്ടിക്കണം. ടു റെഡ്യൂസ് വൾണറബിലിറ്റീസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ നീഡ് ഓഫ് ഇൻ്റർവെൻഷൻ അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് വളരാനുള്ള അവർക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് അവൈലബിൾ, കമ്മ്യൂണിറ്റിയിലും ഫാമിലിയിലുള്ള റിസോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതിനൊക്കെ കണ്ടെത്താനും അത് പ്രൊവൈഡ് ചെയ്യാനും അവന് എന്താ പറയുക ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ ആ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ഓഫ് നോൺ സ്റ്റിഗ്മറ്റൈസിങ് സെമാൻറ്റിക്സ്. സെമാൻറ്റിക്സ് അല്ലേ നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റിഗ്മറ്റൈസിങ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക. ഇപ്പം നീ കള്ളനാണ്, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ കള്ളനായിരുന്നു, നീ കള്ളനാണ്, ഇങ്ങനെയുള്ള സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന കുഞ്ഞിനെ നിൻ്റെ അനിയനെ കൊന്നവനല്ലേ നീ, നമ്മൾ എൻ്റെ വീട് അപ്പൂൻ്റെ സിനിമയിലൊക്കെ പറയുന്നത് എൻ്റെ അനിയനെ കൊന്നവനല്ലേ നീ എന്ന് പറയുന്ന അത്തരം കമൻസുകളോ വേർഡ്സുകളോ ഒന്നും തന്നെ കുട്ടിക്കെതിരെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വേവർ ഓഫ് റൈറ്റ്സ്. വേവർ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ്സിനെ നമ്മൾ എടുത്തു കളയുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് കുട്ടിയുടെ ഒരവകാശങ്ങളും കുട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് പറ്റില്ല. നോ വേവർ ഓഫ് എനി ഓഫ് ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ് ഈസ് പെർമിസിബിൾ ഓർ വാലിഡും അല്ല, അത് പെർമിസിബിളും അല്ല. അത് ചിലപ്പം കൊച്ചിൻ്റെ അച്ഛൻ ചോദിച്ചിട്ട് വെദർ സോട്ട് ബൈ ദ ചൈൽഡ് തന്നെ ചോദിച്ചതായിരിക്കാം, പേഴ്സൺ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ ചൈൽഡ്, പാരൻസ് ആരെങ്കിലും ആയിരിക്കാം, ബോർഡോ കമ്മിറ്റിയോ, ആര് പറഞ്ഞാലും ഈ കുട്ടിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്ത് കളയുന്നത് ഷാൽ നോട്ട് ബി വേവർ എന്ന് പറയുന്നു. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. കുട്ടീനെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല ഓൺ ഗ്രൗണ്ട് ഓഫ് സെക്സ്, കാസ്റ്റ്, എത്നിസിറ്റി, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസബിലിറ്റി, ഇക്വാലിറ്റി ഓഫ് ആക്സസ്, ഓപ്പർച്യൂണിറ്റി, ട്രീറ്റ്മെൻറ്റ്, ഇതൊന്നും ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഒന്നും തന്നെ നടക്കാൻ പാടില്ല. പ്രിൻസിപ്പിൾ ഓഫ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അവനവൻ്റെ പ്രൈവസീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം. ഇവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന സിസ്റ്റത്തിന് പുറത്തോട്ട് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഇടയിൽ അവന് പ്രൈവസി വേണം, അവൻ്റെ കാര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യലായിരിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടിയുടെ പേരും നാളൊന്നും എന്ത് പറയാൻ പാടില്ലാത്തത്, പുറത്ത് പറയാൻ പാടില്ലാത്തത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആസ് മെഷർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഏറ്റവും തീരെ ഈ കുട്ടീനെ ഒരു രീതിയിലും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ മാത്രമാണ് അവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, അതായത് ഈ പറയുന്ന ജയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഹോംസ് ഉണ്ടാവില്ല, അത്തരം ഹോംസിലോട്ടൊക്കെ വിടാനായിട്ട് പാടുള്ളൂ. ഓക്കെ,
റീസണബിൾ എൻക്വയറി ഒക്കെ നടത്തണം. പ്രിൻസിപ്പിൾ ഓഫ് റിപ്പാട്രിയേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ. എവറി ചൈൽഡ് ഇൻ ദ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം ഷാൽ ഹാവ് ദ റൈറ്റ് ടു ബി റീയുണൈറ്റഡ് വിത്ത് ഹിസ് ഫാമിലി അറ്റ് ദ ഏർലിയസ്റ്റ് ആൻഡ് ടു ബി റീസ്റ്റോർഡ് ടു ദ സെയിം സോഷ്യോ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്റ്റാറ്റസ് ദാറ്റ് ഹി വാസ് ഇൻ ബിഫോർ കമ്മിങ് അണ്ടർ ദ. അപ്പോൾ ഈ ആക്ടിനും ഇത്രേ ഉള്ളൂ. ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യപ്പെടണം. അവൻ്റെ ഫാമിലിയിൽ, അവൻ്റെ കമ്മ്യൂണിറ്റിയിൽ, അവൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ, അവൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. അൺലെസ് സച്ച് റീസ്റ്റോറേഷൻ ആൻഡ് റീപാട്രിയേഷൻ ഈസ് നോട്ട് ഇൻ ഹിസ് ബെസ്റ്റ് ഇൻട്രസ്റ്റ്. അപ്പം അവൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ എന്താണോ അവനാവശ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്രഷ് സ്റ്റാർട്ട്. ഓൾ ദ പാസ്റ്റ് റെക്കോർഡ്സ് ഓഫ് എനി ചൈൽഡ് അണ്ടർ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം ഷുഡ് ബി ഇറേസ്ഡ് എക്സെപ്റ്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിലല്ലാതെ എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യണം എന്നാണ് പറയണത്, എല്ലാം ഇറേസ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ സ്റ്റാർട്ടാണ് കൊച്ചിന് പുതിയ സ്റ്റാർട്ടാണ് അവൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കള്ളനല്ലേ ആ സാധനമൊന്നുമില്ല, അവനൊരു പുതിയ മനുഷ്യനാണെന്നുള്ളൊരു സ്റ്റാർട്ടിങ് കൊടുക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഡൈവേർഷൻ. മെഷേഴ്സ് ഫോർ ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ വിത്തൗട്ട് റിസോർട്ടിംഗ് ടു ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് ഷാൽ ബി പ്രൊമോട്ടഡ് unless it is in the best interest of the child or the society as a whole. അപ്പോൾ measures for dealing with children in conflict with law without resorting to judicial proceedings shall be promoted. അപ്പോൾ എന്തിനാണത് പ്രൊമോട്ട് ചെയ്യുന്നത്? കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആസ് എ ഹോളായിട്ട് അതിന് ഉതകുന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുട്ടീനെ എന്ത് ചെയ്യാം, ജുഡീഷ്യൽ പ്രൊസീഡിങ്സിലൂടെ അല്ലാണ്ട് തന്നെ നമുക്ക് എന്തിനെ ചെയ്യാം, കുട്ടീനെ ഡീൽ ചെയ്യാം എന്നുള്ളത് ആണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ബേസിക് പ്രൊസീജിയറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫെയർനെസ് ഷാൽ ബി അഡ്ഹേർഡ് ടു ഇൻക്ലൂഡിംഗ് ദ റൈറ്റ് ടു ഫെയർ ഹിയറിംഗ്, റൂൾ അഗെയിൻസ്റ്റ് ബയാസ്, റൈറ്റ് ടു റിവ്യൂ ബൈ ഓൾ പേഴ്സൺസ് ബോഡീസ് ആക്ടിംഗ് ഇൻ ജുഡീഷ്യൽ കപ്പാസിറ്റി അണ്ടർ ദ ആക്ട്. നാച്ചുറലായിട്ടുള്ള ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന് എല്ലാവിധ അവകാശങ്ങളും ലഭ്യമായിരിക്കണം. അവനെ കേട്ടിരിക്കണം, അവന് ബയാസായിട്ട് കാണാൻ പാടില്ല, അവന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല, അവന് അവന് റിവ്യൂ വേണം, എന്തൊക്കെ വേണം അതെല്ലാം അവന് നാച്ചുറലായിട്ട് അവന് കിട്ടുന്ന എല്ലാ റൈറ്റ്സും അവന് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ബേസിക് പ്രിൻസിപ്പിൾസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ 3 പ്രകാരം പറഞ്ഞിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 1850 ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്, അപ്രൻറ്റീസ് ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്, 1960 ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്, 1986 ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ കുട്ടികൾ എന്താ പറയുന്നത്, നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്നും ജുവനൈൽ ഡെലിക്വൻസ് എന്നാണ് പറയുന്നത്. അവിടെ ജുവനൈൽ വെൽഫെയർ ബോർഡും ജുവനൈൽ കോഡ്സും ആണുള്ളത്. അത് കഴിഞ്ഞ് 2000 വന്നപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് തരുന്നത്, 1992 കൺവെൻഷൻ ഓൺ റൈറ്റ്സിൻ്റെ കാര്യം പഠിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, 2000 ആക്ട് കൊണ്ടുവരുന്നത്. ഈ 2000 ആക്ടിൽ എന്താ സംഭവിക്കുന്നത്, കുട്ടികളെ ചൈൽഡ് ഇൻ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നു, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ 2015 ആക്ട് വരുന്നു. ഈ പറയുന്ന കുറേ കൺവെൻഷൻസും റൂൾസും എല്ലാത്തിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2015 നിയമത്തിനെ നമ്മൾ കൊണ്ടുവരുന്നതെന്ന് പറയുന്നു. പിന്നെ നമ്മൾ പഠിച്ചു ബേസിക് പ്രിൻസിപ്പിൾസ്. ഒരു കുട്ടീനെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ നന്നായിട്ട് വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, എങ്ങനെ വേണമെങ്കിലും പഠിക്കുക. പക്ഷേ 19-ാം തീയതിത്തെ എക്സാമിൽ നമുക്ക് പൊളിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.